തിരുമുറ്റത്ത് വീട്ടിൽ കനിയെ ഒറ്റപ്പെടുത്താൻ ആതിരയുടെ ശ്രമം. കനി ഇത്ര ശ്രദ്ധയില്ലാണ്ടായിപ്പോയല്ലോ. തിരുമുറ്റത്തെ അധികാരം കനിയുടെ കയ്യിലെത്തിയാൽ നമ്മൾ പുറത്തു പോകുമെന്ന് ആതിര അമ്പിളിക്കുട്ടനോട് പറയുന്നു. അവിവേകവും അറിവില്ലായ്മയും കൊണ്ട് ആതിരയുടെയും സൂര്യന്റെയും നിലപാടിൽ നാരായണൻ തമ്പിക്ക് വിഷമം. ബിസിനസ്സിൽ നിനക്ക് മുകളിൽ എത്തണമെന്ന് അവൻ പല ആവർത്തി എൻ്റെ മുന്നിൽ വന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഉശിരിനും ഊർജത്തിനും ഞാൻ ആക്കം കൂട്ടിയിട്ടേ ഉള്ളൂ. പോക്ക് വളഞ്ഞ വഴിയിലായതുകൊണ്ട് ജയിലിൽ കിടക്കേണ്ടി വന്നു. പുറത്തു വരുന്നത് കളങ്കമില്ലാത്തൊരു മനസ്സോടെയാണോ അതോ നിന്നോടും എന്നോടും ഉള്ള പക മൂത്തിട്ടാണോ എന്ന് പറയാനും കഴിയുന്നില്ലല്ലോ ഹരി. നമ്മളൊന്ന് അന്വേഷിക്കാൻ കൂടി ചെല്ലാത്തതിനാൽ സൂര്യന് നല്ല വിഷമം ഉണ്ടാവും അച്ഛാ. തീർച്ചയായും ഉണ്ടാവും. അവന് മാത്രമല്ല, തനൂജയ്ക്ക്. ഇതിൻ്റെ പേരിൽ എൻ്റെ പേരക്കുട്ടിയെ അവൻ എന്നിൽ നിന്ന് അകറ്റിയാൽ. ഇല്ലച്ചാ, കിച്ചു എപ്പോഴും അപ്പൂപ്പ അപ്പൂപ്പ എന്ന് വിളിച്ച് അച്ഛനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നവനല്ലേ. ഹരി, സൂര്യനെ ജയിലിൽ നിന്ന് ഇറക്കണം. ഈ കേസിൻ്റെ പേരിൽ അവൻ എത്ര ലക്ഷം രൂപയുടെ ബാധ്യത ഉണ്ടെങ്കിലും അത് കൊടുത്ത് തീർപ്പാക്കണം. എല്ലാത്തിനും നീ വേണം മുന്നിൽ നിൽക്കാൻ. എനിക്കറിയാമായിരുന്നു അച്ഛാ, സൂര്യന്റെ കാര്യത്തിൽ അച്ഛന്റെ മനസ്സിൽ എപ്പോൾ വേണമെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുന്നു. അതുകൊണ്ട് ഒരു വക്കീലിനെ മുന്നേ കൂട്ടി ഏർപ്പാടാക്കി വെച്ചിരിക്കുക. പിന്നെ കോടതിയിൽ കെട്ടിവെക്കേണ്ട പണവും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. നന്നായി. എങ്കിൽ പിന്നെ നേരം കളയണ്ട, വേഗം ഇറങ്ങാൻ നോക്ക്. ഉണ്ണിക്കുട്ടൻ കൂടെ വരുന്നുണ്ട് അച്ഛാ. പോകുന്ന വഴിക്ക് ഉണ്ണിക്കുട്ടനെ ഓഫീസിൽ ഡ്രോപ്പ് ചെയ്യാന്ന് കരുതി. ആ ശരി. ആ സ്റ്റെഫി, നിനക്ക് ഒരു കോടി പുണ്യം കിട്ടും. ഏയ്, എനിക്ക് സൂര്യേട്ടന്റെ ഈ സ്നേഹം മാത്രം മതി. വക്കീലെ, കോടതിയിലെ നടപടിയെല്ലാം കഴിഞ്ഞില്ലേ? കഴിഞ്ഞു മാഡം. താങ്ക് യു സോ മച്ച്. ശരി മാഡം. സൂര്യേട്ടാ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നീണ്ട 14 ദിവസം, ഒരിക്കലും മറക്കാൻ കഴിയാത്ത കറുത്ത ദിവസങ്ങളാണ് സ്റ്റെഫി എന്റെ മുന്നിലൂടെ കടന്നുപോയത്. അനുഭവിച്ചു ഞാൻ. ജയിൽ ശിക്ഷ എന്താണെന്ന് ശരിക്കും അനുഭവിച്ചു ഞാൻ. അത്യാവശ്യം ആരോഗ്യ പ്രശ്നങ്ങളുള്ള എനിക്ക് ജീവനോടെ പുറത്തു വരാൻ കഴിയുമെന്നുള്ള ആശങ്ക പോലും ഉണ്ടായിരുന്നു. മറ്റൊരർത്ഥത്തെ പറഞ്ഞ ഇത് സൂര്യനാരായണന്റെ 2ാം ജന്മം. ഇത് എന്റെ മാത്രം സാമർഥ്യമാണെന്ന് സൂര്യേട്ടൻ കരുതരുത്. ഈ 14 ദിവസവും കണ്ണീര് തോരാതെ സൂര്യേട്ടന്റെ മടങ്ങിവരവും കാത്തിരുന്ന ഒരാളുണ്ട്, തനുജേടത്തി. തനുജേടത്തിയുടെ പ്രാർത്ഥനയുടെ ഫലം കൂടിയാണ് സൂര്യേട്ടന്റെ ഈ റിലീസിന് പിന്നിൽ. ഒരു പക്ഷേ സൂര്യേട്ടൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതുകൊണ്ട് മാത്രം തനുജേച്ചി ആശ്വസിച്ചെന്ന് വരില്ല. ഭർത്താവിനെ ജയിലിലേക്ക് അയച്ചവരോട് എണ്ണി എണ്ണി കണക്ക് ചോദിച്ചിട്ട് വരുന്നൊരു സൂര്യേട്ടനെ ആയിരിക്കും തനുജേച്ചി അവിടെ കാത്തിരിക്കുന്നുണ്ടാവുക. ഞാൻ വിവാഹിതയൊന്നുമല്ല, പക്ഷേ ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഭർത്താവിനെ കുറിച്ച് ഓർത്തുള്ള ഭാര്യയുടെ ചിന്തകൾ എവിടെ വരെ പോകുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്കറിയാം. ഈ 14 ദിവസവും ഞാൻ അഴിക്കുള്ളിൽ കടന്ന് ഊതിക്കാച്ചിയെടുത്തത് ഹരിയേട്ടനോടുള്ള പക തന്നെയാ. സൂര്യേട്ടന്റെ വല്യേട്ടനല്ലല്ലോ തിരുമുറ്റത്തെ പ്രധാന പ്രശ്നം. ഹരിയേട്ടൻ വെറും പാവം, ഒരു കീ കൊടുത്താൽ കറങ്ങുന്നൊരു പാവ. അതുകൊണ്ടല്ലേ തിരുമുറ്റത്തെ കമ്പനിയിൽ നിന്ന് എന്നെ പുറത്താക്കിയതും ആ സ്ഥാനത്ത് കനിയുടെ സഹോദരനായ ഉണ്ണിക്കുട്ടനെ നിയമിച്ചതും. ഓഹോ, ഞാൻ അകത്ത് കടന്ന നേരം കൊണ്ട് അവള് സ്ഥാനമാനങ്ങളൊക്കെ വെട്ടിപ്പിടിച്ചു അല്ലേ? വെട്ടിപ്പിടിച്ചെന്ന് മാത്രമല്ല സൂര്യേട്ടാ, ഹരിയേട്ടനെ ഇപ്പൊ അവള് വീട്ടിൽ പിടിച്ചിരുത്തിയിരിക്കുക. എന്തിനാ? ആ കണ്ണു കാണാൻ വയ്യാതെ തപ്പി തടഞ്ഞു നടക്കുന്ന മണിക്കുട്ടിയെ നോക്കാൻ വേണ്ടിയാ. ഈ പോക്ക് പോയാൽ തിരുമുറ്റം കമ്പനി മൊത്തം അവളുടെ സഹോദരനായ ഉണ്ണിക്കുട്ടന്റെ കയ്യിലിരിക്കും.
അങ്ങനൊരു മാരണത്തിനെ ഇനിയും തിരുമുറ്റത്ത് വെച്ചോണ്ടിരിക്കണമെന്ന് സൂര്യേട്ടനൊന്ന് നന്നായിട്ട് ആലോചിക്കും. മോളെ സ്റ്റെഫി, ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ നേരെ തിരുമുറ്റത്തേക്ക് വണ്ടി കയറണമെന്ന് തീരുമാനിച്ചുറപ്പിച്ചവനാ ഞാൻ. എന്നോട് കാണിച്ച് ഈ തണ്ടിത്തരത്തിന് തിരുമുറ്റത്ത് ചെന്ന് കയറി ഹരിയേട്ടനോട് മാത്രമല്ല എന്റെ സ്വന്തം അച്ഛനോടും നേർക്കുനേരെ നിന്ന് 2 വർത്തമാനം പറയണം എനിക്ക്. ഈ ബന്ധം അങ്ങ് തീരുന്നെങ്കിൽ തീരട്ടെ എന്ന് വിചാരിക്കും ഞാൻ. പിന്നെ മോളി പറഞ്ഞ കനി, മണിക്കുട്ടി, ഉണ്ണിക്കുട്ടൻ, ആ മാരണങ്ങളെല്ലാം അവിടുന്ന് അടിച്ചിറക്കി തിരുമുറ്റം വീട് ചാണകവെള്ളവും പനിനീരും തളിച്ച് ശുദ്ധീകരിച്ചിട്ടേ ഈ സൂര്യനാരായണൻ ആ മുറ്റം വിട്ടിറങ്ങൂ. എന്റെ ആനി ചേച്ചി വന്നു കയറിയിട്ട് തിരുമുറ്റം വീട് തകർന്നിട്ടില്ല. സഹോദരങ്ങളായ നിങ്ങൾക്കിടയിൽ സ്നേഹവും വിശ്വാസം കൂടിയിട്ടേ ഉള്ളൂ. ആരും ആരെയും മറന്ന് പ്രവർത്തിച്ചിട്ടുമില്ല. അത് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ മോളെ? ആനയടുത്തി ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ ജയിലിൽ കിടക്കേണ്ട ഗതികേടുണ്ടാവുമായിരുന്നോ? വല്ലവനും വണ്ടിച്ചക്ക് കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടാവുമായിരുന്നോ? അനിയാന്ന് വിളിച്ചെത്താത്ത സ്നേഹം ഉണ്ടായിരുന്നു അവർക്ക്. അല്ലെങ്കിലും നല്ലവരെയൊന്നും ഈശ്വരൻ അധികം നാളെ വെച്ചോണ്ടിരിക്കില്ലല്ലോ. അപ്പോ കെട്ടവളെ സൂക്ഷിക്കണം എന്നല്ലേ സൂര്യേട്ടാ അതിന്റെ അർത്ഥം? സൂക്ഷിക്കണം. നല്ലവളായ ആനയെടുത്തിരുന്ന സ്ഥാനത്ത് ഇന്ന് വലിഞ്ഞു കയറിയിരിക്കുന്നത് കെട്ടവള് തന്നെ. അതും കാൽക്കാശിന് ഗതിയില്ലാത്തവള്. തിരുമുറ്റത്തെ കെട്ടിലമ്മ ചമയാന്നൊരു പൂതി അവളുടെ മനസ്സിൽ ഓടിയിട്ടുണ്ടെങ്കിൽ അത് ഇന്നത്തോടെ അവസാനിപ്പിക്കും ഞാൻ. അവളുടെയും പരിവാരങ്ങളുടെയും പൊറുതി ഇന്നത്തോടെ അവസാനിപ്പിക്കും. 14 ദിവസം ഞാൻ ജയിലഴിക്കുള്ളിൽ കിടന്നനുഭവിച്ച വേദനയ്ക്ക് പകരമാവില്ല അവളുടെ പൊട്ടിപ്പെണ്ണിന്റെ കണ്ണീരും കരച്ചിലും. ശരി ശരി. ഹലോ, വക്കീലേ, നിങ്ങൾ കോടതിയിലെത്തിയോ? ഞാനെത്തി. പക്ഷെ ഒരു പ്രശ്നമുണ്ടല്ലോ സർ. എന്താണ്? സൂര്യനാരായണന്റെ കേസാണ് ആദ്യം വിളിച്ചത്. അയാൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. പുറത്തിറങ്ങിയെന്നോ? അതെ, ഈ പറഞ്ഞ 25 ലക്ഷം രൂപ കെട്ടിവെച്ച് സൂര്യനാരായണൻ കേസിൽ നിന്ന് ഒഴിവായിട്ടുണ്ട്. ആര് കെട്ടിവെച്ചെന്ന്? വക്കീൽ എന്തൊക്കെയായി പറയുന്നത്? അതാരാ എന്താണെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും സാറിന് ഇവിടേക്ക് വരണമെന്നില്ല. ഈ കേസിൽ സൂര്യനാരായണനെ ആരോ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അയാൾ പുറത്തിറങ്ങിയത്. വക്കീലെ, അങ്ങനെ ഒരാളുള്ളതായിട്ട് എനിക്കറിയില്ല. സൂര്യൻ അതെന്നോട് പറഞ്ഞിട്ടുമില്ല. സഹോദരനെ സഹായിക്കാൻ ഒരല്പം വൈകിപ്പോയെന്ന് സാറ് തന്നെയല്ലേ എന്നോട് പറഞ്ഞത്. അതിന്റെ വാശിക്ക് സൂര്യനാരായണൻ മറ്റേതെങ്കിലും വഴി തേടി പോയിട്ടുണ്ടാവും. എന്തായാലും ആള് പുറത്തിറങ്ങി കിട്ടിയില്ലേ, അതിൽ ആശ്വസിക്കും. നമസ്കാരം. നാളെന്താ പരീക്ഷയല്ല? സൂര്യനാരായണൻ തന്നെ ജയിലിൽ നിന്ന് ഇറങ്ങി 14 ദിവസത്തെ ജയിൽവാസവും കഴിഞ്ഞ് പരാതിക്കാരന്റെ അണ്ണാക്കിലേക്ക് അവന് കൊടുക്കാനുള്ള പണവും കെട്ടിവെച്ച് മജിസ്ട്രേറ്റിനെ തൊഴുത് വണങ്ങി കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ എനിക്ക് തോന്നി തിരുമുറ്റത്ത് വന്ന് ഈ തിരുമുഖം ഒന്ന് കാണണമെന്ന്. സൂര്യനാരായണൻ തെമ്മാടിയ, ജീവിക്കാൻ അറിയാത്തവനാ, ദൂർത്തനും ധാരാളിയുമാ. അതുകൊണ്ടാണല്ലോ ജയിലിൽ കിടക്കേണ്ടി വന്നത്. അന്തസ്സും അഭിമാനവും ഇല്ലാത്തവനായതുകൊണ്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടായപ്പോ തിരിഞ്ഞു നോക്കാനൊരു പട്ടിയുണ്ടായിരുന്നില്ല. നേർക്ക് നേരിരുന്ന് ഞാൻ പറയാ,
തിരുമുറ്റത്ത് നാരായണ തമ്പിക്ക് ജനിച്ച ഈ രണ്ടാമത്തെ പുത്രൻ ഇനി മുതൽ നേരെ ചൊവ്വേ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെക്കൊണ്ട് ചെയ്യാവുന്ന സകല തെമ്മാടിത്തരവും ഞാൻ കാണിക്കും. നിങ്ങളുടെ പുത്രൻ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് തന്നെ ഞാനത് ചെയ്യുകയും ചെയ്യും. നാലാള് കൂടി നിർത്തേ എന്റെ പേരിൽ നിങ്ങളുടെ അന്തസ്സും അഭിമാനവും ഒക്കെ അടിഞ്ഞു വീഴണം. ഈ തെമ്മാടിപുത്രന് ജന്മം നൽകിയതിന്റെ പേരിൽ സമൂഹത്തിന്റെ മുമ്പിൽ നിങ്ങൾ കൊച്ചാവണം. പരിഹാസ്യനായി നിങ്ങൾക്ക് തലകുനിച്ച് നിൽക്കേണ്ട അവസ്ഥ വരണം. മകനെ വേണ്ടെന്ന് വെക്കുന്ന ഒരു തന്തയ്ക്ക് ആ മകനെ കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം അത് ഇത് തന്നെ. ഈ വീൽ ചെയറിലിരുന്ന് ലോകം തിരിക്കാണെന്നായിരുന്നല്ലോ നിങ്ങളുടെ ഭാവം. ഇത്രയും കൊല്ലം ഞാൻ അച്ഛാന്ന് വിളിച്ചത് ഇത്രയ്ക്ക് നന്ദിയില്ലാത്ത നിങ്ങളെ തന്നെ ആയിരുന്നല്ലോ. കഷ്ടം. എവിടെയും എന്നും ഞാൻ അഭിമാനത്തോടെ വിളിച്ചു പറയായിരുന്നു, തിരുമുറ്റത്തെ നാരായണൻ തമ്പിയുടെ മകനാണ് ഈ സൂര്യനാരായണൻ എന്ന്. ഒരൊറ്റ ദിവസം കൊണ്ട് ഞാൻ നിങ്ങളുടെ മകനല്ലെന്ന് തെളിയിച്ചില്ലേ? ഞാൻ ഈ വീട്ടിൽ ആരും അല്ല എന്ന് തെളിയിച്ചില്ലേ? എനിക്കിവിടെ തന്തയോ സഹോദരങ്ങളോ ഒന്നുമില്ലെന്ന് ഈ സമൂഹ മധ്യത്തിൽ നിങ്ങൾ അറിയിച്ചു. മക്കളിൽ ഒരുത്തൻ ജയിലിൽ കയറിയെന്ന് കണ്ടു. ഇത്രയ്ക്ക് അങ്ങ് തള്ളിക്കളയാൻ പാടില്ലായിരുന്നു, ഇത്രയ്ക്ക് അങ്ങ് ഒറ്റപ്പെടുത്താൻ പാടില്ലായിരുന്നു. 14 ദിവസം ഈ സൂര്യനാരായണൻ ജയിലിൽ കടന്നിരുന്നു. ഒരു വട്ടമോ ഒരു നേരമോ പോലും നിങ്ങളോ നിങ്ങളുടെ മൂത്ത പുത്രനോ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാതെ പോലും പോയതുകൊണ്ട് ഇനി അച്ഛനെന്ന് പറയുന്ന നിങ്ങളെ ഹരിയേട്ടനെന്ന മഹാനെയും ഈ സൂര്യൻ ഇനി ശത്രുപക്ഷത്തെ കാണൂ. സൂര്യേട്ടൻ അറിയാലോ, നിങ്ങളുടെ മക്കളുടെ കൂട്ടത്തിൽ പണ്ടേ തലതെറിച്ചവൻ ഞാനാ. എന്താ നിന്റെ ഉദ്ദേശം? ഇവിടെ കയറി വന്നത് വഴക്കുണ്ടാക്കാനാണോ? ഓ വഴക്കല്ല, ലഹള, കലാപം. തിരുമുറ്റത്ത് കലാപം ഉണ്ടാക്കാൻ തന്നെ ഈ സൂര്യനാരായണൻ വന്നിരിക്കുന്നേ. കലാപം ഉണ്ടാക്കിയിട്ടേ ഞാൻ ഇവിടുന്ന് മടങ്ങൂ. ഇനി എന്താ നടക്കാൻ പോകുന്നത്? ഈ വീൽ ചെയറിലിരുന്ന് ലൈവായിട്ട് നിങ്ങൾ കണ്ടോ? സൂര്യ, ഇറങ്ങി പോകുന്നുണ്ടോ നീ? ഇവിടെ നിനക്ക് അനർത്ഥങ്ങൾ ഉണ്ടാക്കാനുള്ള വീടല്ല. എങ്ങനെ? ഇവിടെ ഇനി അനർത്ഥങ്ങളെ ഉണ്ടാവൂ. അതിന് തുടക്കമിടാൻ തന്നെ ഈ സൂര്യനാരായണൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നതും. ഓ പുന്നാര പെങ്ങൾ വല്യേട്ടാന്ന് വിളിച്ച് എന്തിനാടി അയാളുടെ എച്ചിൽ തന്നെയാണ് ഇവിടെ കിടക്കണേ? എടി മനുഷ്യനായ അല്പസ്വല്പം നാണവും മാനവും ഒക്കെ വേണം. അളിയോ അതെ, ഇവിടെ ബന്ധങ്ങൾക്ക് ഒരു വിലയുമില്ലാത്തൊരു വീട്. അച്ചിവീടെന്നും പറഞ്ഞ് വെറുതെ ഉണ്ടിറങ്ങി കഴിയാതെ ഇവളെയും വിളിച്ചോണ്ടിറങ്ങി പോവാൻ നോക്കളിയാ. അല്ല, ഏതെങ്കിലും കടത്തണ്ണി പോയി കിടക്ക്, അതല്ലെങ്കിൽ ഏതെങ്കിലും ട്രെയിനുകൊണ്ട് തലവെക്ക്. അതെ, ആരെ ഉണ്ടാക്കാനാളിയാ ഇവിടെ കയറി കിടക്കണേ? പിന്നെ എടി, ഞാനും നീയും നമ്മുടെ വല്യേട്ടനും ഒക്കെ ഒരേ കൂടപ്പറപ്പുകളാ. ഗതിയില്ലാത്ത നമ്മള് കൈനീട്ടി ചോദിക്കുന്നതിന് മുൻപ് തന്നെ കെൽപ്പുള്ളവൻ നമ്മളെ സഹായിക്കണം. ഇന്നേ വരെ നിനക്ക് അങ്ങനെ കൊണ്ട് എന്തെങ്കിലും സഹായം ഉണ്ടായിട്ടുണ്ടോ? എടി, ഈ ഓണത്തിനും സംക്രാന്തിക്കുള്ള ഉടുതുണിയും ശാപ്പാടും അല്ലാതെ വേറെ എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടോന്ന്? ഇല്ല. പിന്നെന്തിനാടി ഇവിടെ കയറി കിടന്ന് നിന്റെ ജീവിതം ഇങ്ങനെ കളയുന്നേ? അല്ല, ഇവിടെ മഹാനുഭാവൻ നിന്റെയൊക്കെ വല്യേട്ടൻ ഇവിടെ ഇല്ലേ? നിങ്ങളൊക്കെ ഇനി കൺകുളിർക്കെ കണ്ടോ? ഇനിയല്ലേ ഇവിടെ പൂരം നടക്കാൻ പോകുന്നേ? ആ നമസ്കാരം. ജയിലിൽ നിന്ന് വരുന്ന വഴിയാ. ഒരു 14 ദിവസം അവിടെ ഇരുന്നേ. അല്ല, എവിടെ നിങ്ങളുടെ രക്ഷകൻ? സാർ ഇവിടെ ഇല്ല. ആണോ? അയ്യോ, നിങ്ങളുടെ സാറിനൊരു സർപ്രൈസ് കൊടുക്കാനുള്ള ശുഭമുഹൂർത്തമായിരുന്നു ഇത്.
എടി പുന്നാര മോളെ, നീ ഇവിടെ വന്ന് കേറുന്നത് എന്റെ കാലക്കേടിനാണെന്ന് അന്നേ എനിക്ക് വെളിപാട് കിട്ടിയത് കൊണ്ടാ അന്ന് ഞാൻ നിന്നെ പള്ളിമുറ്റത്ത് വന്ന് ഭീഷണിപ്പെടുത്തിയേ. ഒരാണിന്റെ കൂട്ടായിരുന്നു നിനക്ക് വേണ്ടിയിരുന്നതെങ്കിൽ ഈ ലോകത്ത് എത്ര ആണുങ്ങളുണ്ടായിരുന്നു? തിരുമുറ്റത്തെ ഹരിനാരായണനെ മാത്രമേ നിനക്ക് കിട്ടിയുള്ളൂ. മിണ്ടിപ്പോയത് നീ ഒരൊറ്റൊരുത്തിക്കാരനാ ഈ മാരണങ്ങൾ ഇവിടെ കയറി കിടക്കുന്നേ. ചെടിയടി കൂട്ടുകൂടാനായിരുന്നെങ്കിൽ നിന്റെ നിലയ്ക്കും വിലയ്ക്കും മൊത്തം എത്ര പിള്ളേരുണ്ടായിരുന്നു ഇവിടെ? ഈ പൊട്ടിപ്പെണ്ണിനെ മാത്രമേ നിനക്ക് കിട്ടിയുള്ളൂ. അല്ല, ഇപ്പൊ പൊട്ടി മാത്രമല്ലല്ലോ, പൊട്ടക്കണ്ണി കൂടെയല്ലേ അവള്. എടി, നീ വരച്ച കളത്തില് നീ ഞങ്ങളുടെ ഹരിയേട്ടനെ നിർത്തി. കൂടപ്പിറപ്പായി എനിക്കൊരു പ്രതിസന്ധി വന്നപ്പോ പോലും അങ്ങേരാണോ വിട ചലിച്ചിട്ടില്ല. എനിക്ക് വക്കീലിനെ വെക്കാനോ എന്നെ ജാമ്യത്തിലിറക്കാനോ എനിക്ക് വേണ്ടി ഒരു നയ പൈസ ചെലവാക്കാനോ അങ്ങേർക്ക് മനസ്സ് വന്നില്ല. എന്നെ അങ്ങേരെ നീ രണ്ട് ധ്രുവങ്ങളിലാക്കി. അങ്ങേർക്ക് നിന്റെ മോഹങ്ങളായിരുന്നു വലുത്, ഈ നിൽക്കുന്ന നിന്റെ പൊട്ടിപ്പെണ്ണിന്റെ ജീവിതമായിരുന്നു വലുത്. ഓഹോ, നിനക്ക് വേണ്ടി അങ്ങേര് പോളിസി എടുക്കുന്നു, നിന്റെ ആങ്ങളെ പിടിച്ച് കമ്പനിയിൽ ഇരുത്തുന്നു, പിന്നെ നിന്റെ ഈ പൊട്ടിപ്പെണ്ണിന് വേണ്ടി ജീവിതമേ ത്യജിക്കുന്നു. നൊന്തത് എനിക്കടി. എല്ലാവരുടെയും മുന്നില് അയാ പൈസക്ക് പോലും വിലയില്ലാത്ത പട്ടിയായി ഞാൻ മാറി. ജയിലിൽ വരെ പോകേണ്ടി വന്നു. ഞാനിവിടെ വന്ന് കയറിയതേ ഒരു തീരുമാനം ഉണ്ടാക്കാൻ തന്നെ. എന്നിട്ടേ ഞാൻ ഈ വീടിന്റെ പടി ഇറങ്ങും. തിരുമുറ്റത്ത് വീടിന്റെ കൊച്ചുമോളിപ്പോ ഇവളാണല്ലോ, നിന്റെ ഈ പുന്നാര മണിക്കുട്ടി. ഇവൾക്ക് തപ്പിത്തടഞ്ഞ് കളിക്കാനല്ല കോടികൾ മുടക്കി ഇവിടെ ഒരു വീട് കെട്ടി വെച്ചിരിക്കുന്നേ. ഇവൾക്ക് പറ്റിയത് തെരുവാ. അമ്മ തായേന്നും പറഞ്ഞ് പിച്ചെടുത്ത് ജീവിക്കാനാ നിന്റെയും ഇവരുടെയൊക്കെ യോഗം. ഇങ്ങോട്ടും കുഞ്ഞിനെ വിട. നിന്നോടാ പറഞ്ഞത് എടാ കുഞ്ഞിനെ വിടാൻ. കണ്ണു കാണാത്ത കുട്ടികളെ വിടളിയ. ഈ മാരണങ്ങൾക്ക് വേണ്ടി വക്കാലത്ത് പറയാമെന്നുണ്ടല്ലോ, കൊന്നുകളയും ഞാൻ. പുറത്തോട്ടിറങ്ങാൻ ചെടി ബലം പിടിക്കുന്നു. നീ ആ കുഞ്ഞിനെ വിട. തീർക്കുന്നത് ഞാനല്ലോ. നീ മണിക്കുട്ടി വിടാൻ അവരൊന്നും ചെയ്യരുത്. സൂര്യ വന്നിട്ടുണ്ടെങ്കിൽ കൊന്നുകളയും ഞാൻ. ഇന്നത്തോടെ ഇവിടുത്തെ പൊറുതി അവസാനിപ്പിച്ചേക്കണം. ഇനി പൊട്ടിപ്പെണ്ണിനെ കൊണ്ട് ഈ തിരുമുറ്റം വീടിന്റെ കോമ്പൗണ്ട് കയറി പോകരുത്, മനസ്സിലായി? അയ്യോ അയ്യോ, മോളെ വാ. എങ്ങോട്ടാ ഈ നാശങ്ങളെയും കൊണ്ട് ഇനി എങ്ങോട്ടാണെന്ന്? ഹരിയേട്ട, എന്റെ ശവത്തെ ചവിട്ടിട്ട് ഇനി ഈ നാശങ്ങളെ ഇവിടെ പ്രതിഷ്ഠിക്കാൻ പറ്റൂ. സൂര്യ, അതെ, സൂര്യനാരായണൻ തന്നെ. തിരുമുറ്റത്ത് വീടിന്റെ അടിത്തറ ഇളക്കുന്ന ഒരു നാശങ്ങളും ഇനി ഇവിടെ ഉണ്ടാവാൻ പാടില്ല. തെരുവിലോ പള്ളിയിലോ ഒക്കെ കിടന്ന് ഭിക്ഷ എടുക്കേണ്ടതിനൊക്കെ ഇങ്ങോട്ട് കെട്ടിയെടുക്കരുതെന്ന് ഞാൻ അന്നേ നിങ്ങളോട് പറഞ്ഞതാ. അന്ന് നിങ്ങളത് കേട്ടില്ല. നിങ്ങൾക്ക് ഇവളും മണിക്കുട്ടിയുമായിരുന്നു വലുത്.
ഞങ്ങളെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നല്ലോ നിങ്ങളുടെ രണ്ടാം കെട്ട്. നിങ്ങളങ്ങനെ രണ്ടും കൽപ്പിച്ചുകൊണ്ട് കയറ്റിയവള് കാരണം ഇനിയും ഒരു അനർത്ഥം ഈ വീട്ടിലുണ്ടാവാൻ പാടില്ല. ഇവളും വെള്ളി പൊട്ടിപ്പെണ്ണും കാരണ കൂടെ പിറപ്പായി എന്നെ പോലും നിങ്ങൾ മറന്നത്. ആ, ഞാൻ 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 കാല് പിടിച്ച് യാചിച്ചിട്ടും എന്റെ പ്രശ്നങ്ങളെ നിങ്ങൾ തള്ളിക്കളഞ്ഞു. കോടതി എന്നെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തപ്പോഴേ ഞാൻ മനസ്സിൽ കുറിച്ചിട്ടതാ ഇതാ ഇപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നു. സൂര്യ, നീ കാര്യം അറിയാതെ സംസാരിക്കുന്നത്. അച്ഛൻ പറഞ്ഞതനുസരിച്ച് നിന്നെ ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടി ഞാനൊരു വക്കീലിനെ ഏർപ്പാടാക്കിയിരുന്നു. കോടതിയിൽ കെട്ടിവെക്കേണ്ട പണവും കരുതിയിരുന്നു. കോടതിയിലേക്കുള്ള യാത്രക്കിടയിലാ വക്കീൽ വിളിച്ച് വിവരം പറഞ്ഞത്. നീ ജയിലിൽ നിന്ന് ഇറങ്ങിയെന്നും കോടതിയിൽ പണം കെട്ടിവെക്കാൻ മറ്റാരോ നിന്നെ സഹായിച്ചെന്നും. നിർത്തട്ടെ ഈ കള്ളക്കഥ. സൂര്യൻ നിങ്ങളുടെ കൂടെ പറപ്പ് തന്നെ. പക്ഷേ ഇനി ആ പഴയ സൂര്യൻ ആയിരിക്കില്ല ഞാൻ. നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഈ കടന്ന് നെട്ടോട്ടം ഓടുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ നാശങ്ങളെ തന്നെയാ ഇപ്പൊ നിങ്ങൾ വീണ്ടും ചേർത്ത് പിടിച്ചിരിക്കുന്നത്. സൂര്യ, ഇതെന്റെ ഭാര്യയും അവള് ജീവന് തുല്യം സ്നേഹിക്കുന്ന അവളുടെ മണിക്കുട്ടിയാ. കനിയുടെ കഴുത്തിൽ താലി കെട്ടി തിരുമുറ്റത്തേക്ക് കൊണ്ടുവന്നത് ഈ ഞാനാ. ഇവരെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ നിനക്കൊരു അവകാശമില്ല. ഈ മാരണങ്ങളോടൊപ്പമുള്ള ജീവിതം ഇന്ന് അവസാനിപ്പിച്ചേക്കണം നിങ്ങൾ. ഇവരുടെ കഴുത്തിൽ കിടക്കുന്ന താലി പൊട്ടിച്ചെറിയാനുള്ള കൈക്കരുത്തോ മനക്കരുത്തോ നിങ്ങൾക്കില്ലെങ്കിൽ പറയേ, ഞാനത് ചെയ്യാം.